ഞാനും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ അല്ല. ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഫിലിമിൽ കേറാ അതായിരുന്നു. ഫിലിമിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് അഭിനയിക്കാനോ? അല്ല, അഭിനയിക്കാൻ ഒരു 8 years ആയിട്ട് ഫിലിമിൽ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. ഫിലിമുണ്ടല്ലോ, ആഡ് ഫിലിംസും ഉണ്ട്, മൂവീസ്. സിനിമയിൽ കേറിയിട്ടുണ്ട്. ഇറങ്ങാറായോ സിനിമ? ഇല്ല. അല്ല, സിനിമ ഓൾറെഡി ഒരു മലയാളം മൂവി റിലീസ് ആയിട്ടുണ്ട്. ഇപ്പോ തെലുങ്ക് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ബ്യൂട്ടി, നമ്മുടെ സ്റ്റൈല്. ഇവൻ ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഹെയർ സ്റ്റൈല് പോലും ആണെങ്കിലും നമുക്ക് അല്ലല്ല, ഇത് ഒരു ആഡിന് വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഒരു ലുക്ക് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കുറെ നാള് പോവാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വരുന്ന വർക്ക്സിന്റെ അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ബ്യൂട്ടി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സ്റ്റൈല്, പ്രസന്റേഷൻ ആള് പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു, എന്റെ പേഴ്സണൽ അഭിപ്രായത്തില് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയില്ല. നമ്മൾ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ അയാളുടെ സ്വഭാവം ഒന്നും നമുക്ക് അറിയില്ല. ഏതൊരാളാണെങ്കിലും നോക്കുന്ന ബ്യൂട്ടിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണെങ്കിലും ഓക്കെ ആണോ, അതല്ലേ? അപ്പൊ ഏതൊക്കെ ടൈപ്പ് ക്യാരക്ടറാ താങ്കൾക്ക് ചെയ്യാൻ താല്പര്യം? ഞാൻ ഈ എല്ലാ പ്രൊഡ്യൂസർമാരും കണ്ടോണ്ടിരിക്കുകയാണ്, രക്ഷപ്പെടണമെന്ന്. എനിക്ക് കുറച്ച് നെഗറ്റീവ് റോൾസ് ചെയ്യാനാണ്. കഥാഭാഗ്യന്മാര് കണ്ടോണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഇത് കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള, എനിക്ക് പേഴ്സണലി കുറച്ച് നെഗറ്റീവ് റോൾസ് ചെയ്യാനാണ് ഇഷ്ടം. എന്റെ ലുക്ക് വെച്ചിട്ട്. അതെ, ഒരു വില്ലത്തി ക്യാരക്ടർ എനിക്ക് വരുന്ന സീരിയലിൽ എന്റെ ഫേസും ഈ ലുക്കും കണ്ടിട്ടായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.